പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥനാവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ജീവിതഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ
തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യനെ സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അപകടങ്ങളിൽ ശിഷ്ടമുള്ളവർ, കർത്താവ് ഞരമ്പുകളും ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലും കർത്താവെ അവരുടെ പെർഫോമൻസ് വളരെ പൂറായിട്ടുള്ളവരുണ്ട്. ഈശോയെ, ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ് അനുദപിക്കുന്ന എല്ലാവരുടെ മേലും നിൻ്റെ നിൻ്റെ അനുഗ്രഹം നൽകണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നുപോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ, കർത്താവ് അങ്ങനെ പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റുമാറ്റിയാലും കടക്കാരൻ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലുമൊക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മെച്ചിന്തമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോൻപ് കാലം എന്ന് പറയുമ്പോൾ അനുതാപത്തിൻ്റെ കാലമാണ്. പക്ഷേ എന്തിനനുദപിക്കണം? നമ്മൾ അനുദപിക്കണത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ്, കത്തോലിക്കൽ അതല്ല ഉദ്ദേശം, അതല്ല. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. സുവിശേഷം എന്താണ് പറയണത്? അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ നടപടിക്രമം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഒരു അടയാളം കിട്ടിയിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്, അപ്പം കഴിച്ച് തൃപ്തരായത് കൊണ്ട് ആണ് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള വചനമില്ല ഈശോയുടെ. യോഹന്നാൻ 6:26 യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അപ്പം ഒക്കെ ഒരു അടയാളമാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടയാളമാണ്? ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത്. 1 കൊരിന്ത്യർ 4:20 എടുത്തേ. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. അപ്പം ദൈവരാജ്യം ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും. അപ്പം ശക്തിയുടെ അടയാളമാണ് ഈശോ പറയണത്. ശക്തിക്ക് ഇപ്പോൾ രോഗസൗഖ്യം നടക്കണത് എന്തുകൊണ്ടാണ്? അത് ശക്തിയുടെ അടയാളമാണ്. പക്ഷേ ശക്തി എന്തിൻ്റെ അടയാളമാണ്? ശക്തിയുടെ അടയാളമല്ല, ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ്? ദൈവരാജ്യത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ്? ശക്തിക്കാണ്. പക്ഷേ ശക്തി എന്തിൻ്റെതാണ്? ദൈവരാജ്യത്തിൻ്റെതാണ്. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നത്. മത്തായി 16:4 ദുഷിച്ചതും അവിശ്വസ്തവുമായ അതാണ് വിഷയം. ദുഷിച്ചതും അവിശ്വസ്തതുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അടയാളം അന്വേഷിക്കുന്നവർ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തേക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് കൊടുക്കും. മർക്കോസിന്റെ 1:15 വാക്യം. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കുന്നത്, ശക്തിയിലാണ്. എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ്. എന്നാൽ ശക്തിയല്ല കാര്യം ഇരിക്കുന്നത്. എന്തിനാണ്?
ദൈവരാജ്യത്തിലാണ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറപ്പെടുന്ന ഒരു സമയം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം. അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം. അതുകൊണ്ടാണ് പറയണത് പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും, കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കണത് ഇപ്പോഴാണോ എന്ന്. അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട സബ്ജക്റ്റാണ് ദൈവരാജ്യം. അപ്പോൾ കർത്താവ് ഇടയ്ക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയും, ദൈവരാജ്യം അവിടെയാണ് ഇവിടെയാണ് എന്ന് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം എന്താണ്? ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവകൃപയിൽ ജീവിക്കാൻ തീരുമാനിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും സുവിശേഷത്തിൻ്റെ പ്രയോക്താവാകാനൊക്കെ തീരുമാനിച്ച് സ്വന്തമായിട്ട് തീരുമാനിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേര് അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ചിലർ പറയും ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കും. അത് ക്രിസ്ത്യൻസ് നോൺ ക്രിസ്ത്യൻസും പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രുചി മനസ്സിലായി, ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലായി. അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന് പറഞ്ഞത്. നമ്മൾ മരണം വരെ ഉടമ്പടി ജീവിക്കുന്ന ആൾ പറഞ്ഞാൽ അദ്ദേഹം ദൈവരാജ്യത്തിൽ മരണം വരെ നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. മഹത്വം. യേശുവേ മഹത്വം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഉടമ്പടിയിൽ പ്രയോഗിക്കുന്നത് അനുഭവ ദൈവശാസ്ത്രമാണ്. ദൈവശാസ്ത്രത്തിൻ്റെ അനുഭവബന്ധിയായിട്ടുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ബൈബിൾ ശാസ്ത്രങ്ങൾ ഉപയോഗിക്കണം. അതിലേറ്റവും സമ്പൂർണമായ അനുഭവ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നത്, അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടത് അടങ്ങിയിരിക്കുന്നത് ഉടമ്പടി പ്രതീകങ്ങളിലാണ്. ഉടമ്പടിയിൽ ഒത്തിരിയേറെ പ്രതീകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി അൾത്താറിലേക്ക് വരുമ്പോൾ 2 പ്രതീകങ്ങൾ കാണാം. ഒന്ന് മിനോറ വിളക്കും, രണ്ടാമത്തത് വാഗ്ദാന പേടകവും. വാഗ്ദാന പേടകത്തിൻ്റെ മധ്യത്തിലൂടെ ആ 2 കെറൂബുകൾ, മാലാഖമാരുടെ നടുക്കുള്ള സ്ഥലമാണ് ബൈബിളിലെ കൃപാസനം, ശൂന്യമായ സ്ഥലം. അത് ദൈവത്തിൻ്റെ സ്ഥാനമെന്ന രീതിയിൽ കൃപയുടെ ആസനം, ഇരിപ്പിടം, കൃപാസനം എന്ന് പറയും. എന്നിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 25 ഞാൻ കൃപാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സന്ദേശം നൽകും. ഇത് 89 ലഭിച്ച പ്രതീകങ്ങളാണ്. 89 അതിനുശേഷം ദൈവം ആ പ്രതീകങ്ങളുടെ കൂടെ പിന്നീട് ഉടമ്പടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഒരു പൂർണ്ണരൂപമാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും
കൃത്യമായി മനസ്സിലാക്കി ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി നല്ല സ്കീമാണ്. പക്ഷേ മനുഷ്യരുടെ സ്വഭാവമായിട്ട് ഉടമ്പടി യോജിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനുഷ്യരുടെ സ്വഭാവം അറിയാമല്ലോ, എല്ലാ ചിട്ടിയും കയറി എടുക്കും, എന്നിട്ട് 2 ഗഡുക്കളടക്കും, എന്നിട്ട് ആ കാശം കൊണ്ട് തലയാൾ പോവും. അതാണല്ലോ മനുഷ്യരുടെ സ്വഭാവം. എല്ലാ ചിട്ടിയും കയറി പിടിക്കും. ആരെല്ലാം ചിട്ടി തുടങ്ങിയാലും ഒരു ആദ്യത്തെ ഗഡുക്കൾ കൊടുത്ത് ആ കാശും കിട്ടത്തില്ല, ചിട്ടി നമ്മൾ മുഴുവനാക്കുകയില്ല. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. എപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഓഫീസർ എന്നെ വിളിച്ച്, എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്, അച്ഛനെ അവർക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഓഫീസർ എന്നെ കുറച്ച് സഹായിച്ചിട്ടുള്ളതാണ്. ഞാൻ സാറേ, സാംസ്കാരികം വേറെ, ആധ്യാത്മികം വേറെ. ഇവിടെ വരുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വരുമ്പോൾ ഉടമ്പടി കൈകൊള്ളുന്ന പരിപാടിയാണ് എന്നവർ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്നിട്ട് ദൈവം ചിന്തിക്കണത് നിങ്ങൾ ഇതിൽ സീരിയസ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്. കുറേ 0 അവേഴ്സ് ഉണ്ടാവും. 0 അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെസ്പോണ്ടിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഭയങ്കര ഇപ്പം തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് വരുന്ന കാര്യമാണ് ആയിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളുടെ ഈ പരവേശം കാണുമ്പോൾ തന്നെ ഒന്ന് ചവിട്ടിപ്പിടിക്കും. പക്ഷേ അവ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചവിട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഈ ചുമ്മാ എടുത്ത് പരീക്ഷിക്കാൻ മന്തി വന്ന ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാർ അപ്പം തന്നെ വണ്ടി വിട്ട് പോയിക്കോളൂ. ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്, ഞാനും ഉദ്ദേശിക്കുന്നത് അത് തന്നെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം അറിയണമല്ലോ. ഞാനിങ്ങനെ എത്രയോ 4 വയസ്സ് മുതൽ കർത്താവിനെ കൂടെ നടക്കുന്നതാണ്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ബൈബിളിൽ നിന്നും അറിയാൻ പറ്റും, ആയിരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവത്തെ അറിയുക തന്നെയാണ്. അല്ല, നിങ്ങൾക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഒരു ഈവൻസ് ഉണ്ടായി, അതിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് ദൈവത്തെ അറിയാമെന്ന് പറയുന്നത് നടക്കത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ബൈബിൾ വായിക്കണം, ബൈബിൾ വ്യാഖ്യാനിച്ച് കേൾക്കണമെന്നൊക്കെ പറയണത്. ബൈബിൾ വ്യാഖ്യാനിച്ച് കേൾക്കണത് എന്തിനാണ്? ബൈബിളിലൂടെയാണ് ദൈവം ചരിത്രത്തിലൂടെ ഇടപെട്ടിരിക്കുന്നത്. ദൈവം ഓരോ കാലത്ത് ചരിത്രത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട് ഓരോ വിഷയങ്ങൾക്കും. അങ്ങനെ ഇടപെട്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെട്ടുന്ന രീതികൾ, ദൈവത്തിൻ്റെ പെരുമാറ്റ രീതികൾ, ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ നമുക്ക് ഇന്ന വിഷയത്തിൽ ഇന്ന ഉത്തരവായിരിക്കും ദൈവത്തിൻ്റെ ഭാഗത്ത് വരണം നമുക്കറിയാൻ പറ്റും. അതിപ്പോൾ ഞാൻ തലക്കൈ വെച്ചിരിക്കുമ്പോൾ ചില ആൾക്കാരോട് അപ്പം തന്നെ മെസ്സേജ് പറഞ്ഞു വിടത്തില്ലേ? ഒക്കെയാണോ? ചിലരോട് പറയും സാക്ഷ്യം പറയാൻ വരണം, ചിലർക്ക് ഡേറ്റ് പറഞ്ഞു കൊടുക്കും, ചിലരോട് ഒന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം എനിക്ക് മെസ്സേജ് കിട്ടാത്തത് കൊണ്ടാണ്. അതേസമയം തന്നെ അപ്പോഴെന്താ വെച്ചാൽ അതുകൊണ്ട് നിങ്ങളുടെ കേസ് നോട്ട് ഓക്കെ ആയിട്ടല്ല, ശരിക്കും നിങ്ങളുടെ നിന്ന് കർത്താവ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ വിടുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ല ആൾക്കാർ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊന്നും മിണ്ടാതെ വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ദൈവം തൃപ്തനാണ്, പ്രത്യേകിച്ച് മെസ്സേജൊന്നുമില്ല, ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാതെ പോണത്. ചിലരോട് പറയും നിനക്ക് ഇപ്പോൾ ഞാൻ ഇൻസെൻറ്റീവ് തന്നില്ലെങ്കിൽ നീ ഇതിനാൽ ഉടമ്പടി ഉഴപ്പിപ്പോവും. പക്ഷേ നിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഫയൽ കുഴപ്പമില്ലാത്തതാണ്. നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യം ദൈവം ആദ്യമേ തന്നെ ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. എന്താ പ്രൊവിഷൻ? ഉടമ്പടിയുടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണേ. എന്നുവെച്ചാൽ നമുക്ക് 0 മെറിറ്റ്സിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു ദൈവതിരുസന്നിധിയിൽ യാതൊരു ക്രെഡിറ്റുമില്ല. എന്നുവെച്ചാൽ നമുക്കൊരു കഴിവില്ല. ദൈവതിരുസന്നിധിയിൽ നമുക്കൊരു ക്ലെയിം പറയാൻ വേണ്ടി, ഒരു അവകാശം പറയാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കുറച്ച് പാപങ്ങളല്ലെന്നും അല്ലാതെ ഒന്നുമില്ല. പക്ഷെ പാപങ്ങൾ ആണ് ഉള്ളെങ്കിലും അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പാപങ്ങൾ ഒരു ക്ലെയിമായിട്ട് വരുന്നുണ്ട്. ബുദ്ധി വേണം. നിങ്ങൾക്ക് വേറെ ഒന്നും ക്ലെയിമില്ല, പാപങ്ങളെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് ക്ലെയിമായിട്ട് അവകാശമായിട്ട് വരും. എന്താ കാര്യം? ബുദ്ധി ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ പറ്റും. ബുദ്ധി ഇല്ലാത്തവർ ഒരിക്കലും പശ്ചാത്തപിക്കത്തില്ല. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ബുദ്ധിയുള്ളവർ മനസ്സിലാകും ദൈവത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്, നമ്മുടെ കയ്യിലൊന്നുമില്ല, ഉള്ളത് ഈ പാപങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തിട്ട് അവനോട് പറയും നീ ഈ പാപം വെച്ചുകൊണ്ട് നിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയും.
നിൻ്റെ ഈ പാപ കൂമ്പാരം വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇതിൽ പശ്ചാത്താപത്തിൻ്റെ പാപത്തിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് പറയും. അത് പരിശുദ്ധന് പറഞ്ഞുതരാം. അപ്പോൾ പശ്ചാത്താപം എന്ന് പറയും ഇപ്പം ഈ പാപത്തെക്കുറിച്ചൊന്നും മോങ്ങിക്കളിക്കണമില്ല. അത്ര മോങ്ങൽ കുറേ കണ്ടിട്ടുള്ളതാണ് ദൈവം. അതൊന്നും വിലപ്പോകത്തില്ല. മോങ്ങലെന്ന് പറയുമ്പോൾ ഒരു 1.5 മോങ്ങലായിരിക്കണം. എന്താ കാര്യം? ഈ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്യണമെന്ന് പറയണം. ഈ പാപത്തിൻ്റെ ചാപ്റ്റർ ഞാൻ നിന്നെ അറിഞ്ഞ് നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാനിത് ക്ലോസ് ചെയ്യണമെന്ന് പറയണം. അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് നിന്നെ ബ്ലെസ് ചെയ്യും. കാര്യം എന്താ കഴിഞ്ഞാൽ നീ പാപത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതാണ് വിഷയം. അല്ല നാളെ സംഭവിക്കാൻ പോണതല്ല. നാളെ സംഭവിക്കാൻ പോണത് ഇന്നെന്ന പോലെ ദൈവത്തിന് അറിയാം. അപ്പോൾ നീ പാപം വെച്ചാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിക്ഷേപം ഇറക്കണമെന്ന് വിചാരിച്ചോ? അതിൽ നീ എന്താ പറയാനുള്ളത്? കർത്താവ് പറഞ്ഞുള്ള കാര്യങ്ങൾ എന്താണ്? മേലിൽ പാപം ചെയ്യരുത്. അതാണ് പശ്ചാത്താപം എന്നുകൊണ്ട് വെറുതെ അല്ല, വെറുതെ മോങ്ങിക്കണിക്കണമല്ല. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മേലിൽ പാപം ചെയ്യരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 5:14. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആരോട് ഐശ്വര്യ പറയണത്? ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോടാ പറയണത്? 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ 5-ാം അധ്യായം. 38 വർഷമായിട്ട് ബെത്സേദ കടവിലെ രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ, അവൻ 0 മെരിറ്റിൽ കിടക്കുന്ന ആളാ. ആ ഭാഗം ഒന്ന് വായിച്ച്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്നു നീ. എന്റെ സ്നേഹിതനാകുന്നു ദൈവമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്നു ദൈവമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ ശ്രീയേ, ഓ ദിവ്യകാരുണ്യമേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതായത് വളരെയേറെ ചിന്തനീയമായ, ഇപ്പം നമുക്കിപ്പോൾ ഈശോ, ഞാനിത് പഠിച്ചു വന്നതല്ല, നോക്കി വന്നതല്ല, എപ്പോഴും ശുശ്രൂഷയുടെ സമയത്ത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗത്ത് നിന്ന് ആദ്യം കിട്ടിയത് എന്താണ്? ഈ മനുഷ്യനോടാണ് പറയണത്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ തളർവാദ രോഗി സുഖപ്പെട്ടു. പക്ഷെ സുഖപ്പെട്ട ആളോട് എന്താ പറഞ്ഞിരിക്കണത്? മേലിൽ
പാപം ചെയ്യരുത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാകും? 38 വർഷമായിട്ട് ഇവൻ തളർന്നു കിടന്നതിൻ്റെ കാരണം പാപമായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ സൂചന. അതല്ലേ പിടിയില്ലേ? ഈ വാദം പിടിച്ച് കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഗതി പിടിക്കാതെ ഇങ്ങനെ കിടന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, പാപാവസ്ഥയാണ് ഈ ജീവിതത്തിലുള്ളത്. ചിലപ്പോൾ നിലപാടാകാം, ചിലപ്പോൾ അയാളുടെ തൻപോരിമ മനോഭാവമാകാം. ആരും എനിക്ക് ആവശ്യമില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്ക് ആസ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുന്ന ആൾക്കാരില്ലേ, മസ്തി പിടിക്കണേ. അങ്ങനെ ഒരു മസ്തി പിടിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇയാൾ. ദൈവത്തിന് ആവശ്യമില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പള്ളി പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ല. അതുപോലെ എന്തൊരു കക്ഷിയാണ് ഇയാൾ. അപ്പോൾ അതുകൊണ്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വന്നപ്പോൾ ഇയാളുടെ കുറേ പാപങ്ങളും കുറേ തളർച്ചയുമൊക്കെ ആയിട്ട് അങ്ങനെ കിടപ്പാണ്. പക്ഷേ ഇയാൾക്കൊരു കാര്യമുണ്ട്, ഇയാൾ ഈ ഹുങ്കെല്ലാം മാറി പുള്ളി പുള്ളി പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നൊക്കെയാണ് ചിന്തിച്ചത്. നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ് ഇയാൾ. പണ്ടിങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഇയാളിങ്ങനെ 20 പരുവപ്പെട്ടത്. ഇയാൾ പണ്ടിങ്ങനെയല്ല. ഇയാൾക്ക് പലരും ഉണ്ട്, ഇയാളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, വസ്തുവുണ്ട്, സ്വർണ്ണമുണ്ട്, ആസ്തിയുണ്ട്, അതുപോലെ പാർട്ടിയുണ്ട്, പിന്നെ പോലീസിലൊക്കെ നിലപാടുണ്ട്, പിടിപാടുണ്ട്, ഗവൺമെൻറ് പിടിപാടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് ഇയാൾ. പക്ഷേ ഇയാൾക്ക് ഇപ്പോഴെന്താ പറ്റിയിരിക്കണത്? ഇപ്പം കരിയുമ്പോൾ വരകാൻ ചില പറയാം, എന്താണോ കരിയുമ്പോൾ വരകാൻ? പഴഞ്ചൊല്ലൊക്കെ മറന്നുപോയാ ആൾക്കാരൊക്കെ പറയും, നാട്ടുകാരെ അതെ, കരിയുമ്പോൾ വരകാൻ കയ്യിൽ മാത്രമേ ഉണ്ടാകും. നീ കേട്ടിട്ടില്ലല്ലേ? കയ്യിൽ കണ്ടിട്ടുണ്ടോ? ഭാഗ്യം. അപ്പോൾ എന്താ പ്രശ്നം? ഞാൻ കരിയുമ്പോൾ വരകാൻ ശരിക്കും ഞാൻ കയ്യിലും കാണത്തില്ല. ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതാദ്യമേ അംഗീകരിച്ച പ്രശ്നമില്ല പക്ഷേ ഇയാൾ ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് നിലപാടിൻ്റെ കണ്ട. അപ്പോൾ എന്താ പറയുന്നത്? വെള്ളം ഇളകുമ്പോൾ, അതായത് ബെത്സൈദ കുളമാണ്. എല്ലാ കാലങ്ങളിലും ഈ കുളത്തിൽ റാഫേൽ മാലാഖ ഇറങ്ങി വെള്ളം കിളക്കണ ഒരു ദിവസമുണ്ട്. അന്ന് ആദ്യം ചാടി വീഴുന്നവനും അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവന്ന് ആരെങ്കിലും ആദ്യം ആ വെള്ളത്തിൽ ഇറക്കുമ്പോൾ അവർ സുഖപ്പെടും. അപ്പം അതാണ് അനുഭവം ജനങ്ങൾ. അതുകൊണ്ട് ഈ കുളക്കരെ വന്ന് കിടക്കുകയാണ്. എപ്പോഴെങ്കിലും ആയിട്ട് ദൈവത്തിൻ്റെ ദൂതം വന്ന് വെള്ളം ഇളക്കുമ്പോൾ, പക്ഷേ വെള്ളം ഇളക്കുമ്പോൾ ഇയാളെ പിടിച്ച്, തറവാദമല്ലേ, വേറെ വല്ല മുടന്തും കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയല്ല, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുമല്ല, ഇയാൾക്ക് തറവാദമാണ്. അപ്പോൾ തറവാദം പിടിച്ച ആൾക്കാർ വെള്ളം ഇളകിയാലും ആ വെള്ളത്തിലേക്ക് ഇറക്കണം. നമ്മുടെ രീതിയിലുള്ള കുളമല്ലത്. കാര്യം ഞാൻ ഈ ബെത്സൈദ കുളത്തിൽ പോയതാണ്, കണ്ടതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഈ കൃപാസനത്തിൻ്റെ ഇത്രയും തന്നെ വീതി നീളമുണ്ട്. നിങ്ങൾ ഇത്രയും ഇരിക്കുന്ന വീതി നീളമുണ്ട്, ചതുരമുണ്ട്. ഒരു 8 അടിയോളം ചെങ്കല്ല് അറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ വെള്ളമില്ല. അത് ജെറുസലേമൊക്കെ ആയിട്ടും ജോർദാൻ നദിയൊക്കെ ആയിട്ടും അടിയിൽ ടണലിലൂടെ പണ്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, ഇപ്പോൾ ഉണങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ കുളത്തിലേക്കാണ് ഈ മനുഷ്യനെ ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പടി ആരെങ്കിലും ഒരാൾ വേണം. നമുക്കാണെങ്കിൽ നമ്മുടെ കുളങ്ങളൊക്കെ ഇങ്ങനെയല്ലേ കിടക്കുക, ചരിഞ്ഞ് കിടക്കാൻ വേണ്ടി തീട്ടി വരാം. തീട്ടിയാലൊന്നും പറ്റത്തില്ല ഇവിടെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മുഞ്ഞുകുത്ത് അല വീഴും. ആ രീതിയിലാണ് വരണ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളെ പണ്ട് ആരോ ഉണ്ടായിരുന്നു, ഇപ്പോഴ് ഈ വെള്ളം ഇളകും, ഇപ്പോഴ് കുളത്തിൽ ഇറക്കാൻ പറ്റും, സുഖപ്പെടും. അങ്ങനെ പല പ്രാവശ്യം ട്രൈ കഴിഞ്ഞതാണ്. അവസാനം അവരും അടുത്തിട്ടിട്ടും പോയി, വൈഫ് പോയി. ബൈബിളിൽ ആദ്യം ഡൈവേഴ്സായ ഒരു മനുഷ്യനെ, പ്രയാസങ്ങൾ വന്ന ഭർത്താവ് ഇട്ടും പോയ ആദ്യത്തെ ആളാണിത്. ഞാൻ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ ഭർത്താവ് ഇട്ടും പോണ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ വരും, ഇടയ്ക്ക് ആൾക്കാർ വരും. അപ്പോൾ ഞാനിങ്ങനെ കുത്തി ചോദിക്കും, നിങ്ങളാണോ പോയത്, അയാളാണോ പോയതെന്നൊക്കെ ചോദിക്കും. എനിക്ക് തലയൊക്കെ വെക്കുമ്പോൾ സംശയം തോന്നും. ഇവർ ഭയങ്കര മോങ്ങി വല്ലാത്ത സെൻറ്റിമെൻ്റ് അടിച്ചായിരിക്കും എന്നോട് പറയണത്. പക്ഷേ തലയൊക്കെ വെക്കുമ്പോൾ എനിക്ക് കള്ളനും വെള്ളിയും പിടി കിട്ടും. ഇവരാണ് ഇൻഡാസെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളല്ലേ ആദ്യം പോയത്, എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ഒരുമിക്കണമെന്ന് പറഞ്ഞ് മോങ്ങണത്? ഇപ്പം ഇവർ കാര്യം വെച്ചാൽ അതായത് ഇവർ പണ്ട് ഇതുപോലെ ദാഠ്യം പിടിച്ച് പോയ ആളാണ്. പലരെ കണ്ടാണ് പോയത്. അപ്പനും അമ്മയും ഉണ്ടായിരുന്നു പോണ കാലത്ത്. അപ്പോൾ നീ ഇങ്ങോട്ട് പോയി, അമ്മ ഉണ്ടല്ല, അമ്മയെ സംബന്ധിച്ചിടത്തോളം മരുമകളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊന്ന് അടവെക്കും. മരുമകൾ വലിയ വീട്ടിൽ ജിന്നാണെങ്കിൽ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി മകളെ പിടിച്ച് ഡൈവേഴ്സാക്കി വീട്ടിൽ നിർത്തും അമ്മമാർ. ചില അമ്മമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ വർത്തമാനം കേട്ടിടയ്ക്ക് ഇവർ ചാടി ഭർത്താവിനും തേച്ചിട്ടും പോരണത്. പോന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തുപോകില്ല. ദൈവം ഏറ്റവും ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായ സാധനം മരണമാണ്.
ഞാൻ വളരെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത്, അന്തിമ പരിഹാരം എന്താണ്? മരണമാണ്. മരണം ഒരു ക്രിസ്ത്യൻ, ഒരു കർത്താവിൽ, ഈശോയിൽ, ക്രിസ്ത്യൻ എന്നല്ല മതപരമായിട്ട് പറയുകയല്ല, ഈശോയിൽ വിശ്വസിക്കുന്ന എന്തുമാത്രം അക്രൈസ്തവരുണ്ട്. അപ്പോൾ ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ്, എല്ലാത്തിൻ്റെ ഒരു പരിഹാരമാണ്, എല്ലാത്തിൻ്റെ ഒരു റിട്ടാലിയേഷനാണ്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതും. നമ്മൾ ഈ ഒരാളെ വെച്ചാണ് ജീവിച്ചിരിക്കുന്നത്, ഒരാളിൻ്റെ വാക്കും പ്രതിയാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ഒരാളുടെ വാക്കും പ്രതിയാണ് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത്. ഇയാളിൻ്റെ വാക്കിനെ ഓർത്തിട്ടാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്, എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു എന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപ്പാടിന്റെ പുസ്തകം 22:12. ഇതാ ഞാൻ വേഗം വരുന്നു. എന്നിട്ട് പറഞ്ഞ ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പ്രക്ഷുബ്ധരാണ്. എന്താണ്? നമ്മളോട് അനീതി കാണിച്ചു, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. എന്നോട് അനീതി കാണിച്ചു എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ചിലക്ക് എന്നോട് പറയും, എൻ്റെ അച്ഛൻ, ഞാൻ പള്ളിക്കറത്തില്ല, എനിക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു, എനിക്ക് ജോലി തന്നില്ലെന്ന് പറയും, സഭയിൽ നിന്ന് ജോലി കിട്ടിയില്ലെന്ന് പറയും. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാര്യം. എല്ലാവരെയും ഒപ്പിച്ച് സഭയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ പോലും എല്ലാ മക്കളെയും ഒപ്പിച്ച് മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റണില്ല. പൈക്കുണ്ടോ? ഇല്ല. എല്ലാ മക്കളെയും ഒപ്പിച്ച് കുടുംബത്തിലുള്ള അപ്പനും അമ്മയ്ക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴായാലും എവിടെ നിന്നായാലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറേ കേസുകളുണ്ടാവും. പക്ഷേ ഇങ്ങോട്ട് കിട്ടാനുള്ള കേസിലാണ് ഈ വിഷയം സെറ്റ് ചെയ്യണത്. എന്താ കാര്യം? ഇവർക്കാണ് നമ്മൾ ദൈവം റിട്ടാലിയേറ്റ്, ദൈവത്തിൻ്റെ നീതി, ദൈവം നീതിമാനാണെന്ന് പറയുന്നത്. എന്താ കാര്യം? അതായത് ബൈബിള് മനുഷ്യന്മാരെ എല്ലാം പഠിച്ചിട്ട്, അവൻ്റെ ഇഹവും പരവും പഠിച്ചിട്ട്, അവൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും പഠിച്ചിട്ട്, അവൻ്റെ പ്രകൃതി പഠിച്ചിട്ട്, അവൻ്റെ മനസ്സിൻ്റെ ഘടനയും പെരുമാറ്റശീലങ്ങളും അതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ബൈബിള് വിവേചനം നൽകിയിട്ട് നിർദ്ധാരണം നൽകുന്നത്. ചില കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് സെറ്റിൽമെൻ്റ് ഇല്ലെന്നാണ്. കറക്റ്റല്ലേ? ചില കാര്യങ്ങൾക്ക് സെറ്റിൽമെൻ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവറായിട്ട് വഴക്കിട്ടിട്ട് കാര്യമില്ല. വഴക്കിട്ട് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ ഓരോരോ കാര്യം നിങ്ങളിപ്പോൾ ഭർത്താവിനോട് പറയും, അല്ലെങ്കിൽ ഭാര്യയോട് പറയും, ഏട്ടോ മനുഷ്യ, നിങ്ങൾ പഴയതൊക്കെ മറന്നു പോയല്ലേ, നിങ്ങൾ ഇന്ന അവസ്ഥ കിടന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നാട്ടുകാർ പറയുന്ന ആൾക്കാർ കേമന്മാരും ഇല്ലായിരുന്നു, അതൊക്കെ പറയും. ഒരു കാര്യമില്ല, മിണ്ടാതിരിക്കണം നല്ലത്. ഇത് കണ്ടുപിടിച്ചാൽ മതി. അവളുടെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? സമ്മാനത്തെക്കുറിച്ച് ബോധമുണ്ട്. ശ്രദ്ധിക്കടാ. ഹല്ലേലൂയ. ആരാധന.